യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതിരാവിലെ തന്നെ ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും ഒരു ദിവസം തുടങ്ങുവാൻ ദൈവം നമ്മളെ അനുവദിച്ചതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 42-ാം സങ്കീർത്തനം 1-ാം തിരുവചനം. നീർച്ചാൽ തേടുന്ന മാൻപേടയെപ്പോലെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു. സങ്കീർത്തകനിലൂടെ നമ്മളെ ഒരു വിശ്വാസം പഠിപ്പിക്കുകയാണ് ദൈവമായ കർത്താവ്. എങ്ങനെ ആയിരിക്കണം ഞാനും നിങ്ങളും ദൈവത്തെ തേടേണ്ടത് എന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരുന്ന തിരുവചന ഭാഗമാണിത്. വെള്ളത്തിനായിട്ട് ദാഹിക്കുന്ന ഒരു മാൻപേട എവിടെ ജലം ലഭിക്കുമെന്ന് അന്വേഷിച്ച് ഓടി നടന്ന് ആ ജലം തടാകം എവിടെയുണ്ടോ, ആ നീർച്ചാൽ എവിടെയുണ്ടോ അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു മാൻപേടയെ പോലെയാണ് നമ്മൾ ഓരോരുത്തരും. ദൈവത്തെ അങ്ങനെ ഏകാഗ്രതയോടെ എവിടെ ലഭിക്കും എന്ന് ഓടി നടന്ന് ദേവാലയത്തിലേക്ക് കടന്നു ചെന്ന് ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയമുള്ളവനാണ് ദൈവത്തെ തേടുന്നത്. കർത്താവേ, നിനക്കായി ഞാൻ ദാഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിൽ നിരന്തരം ഉരുവിട്ടുകൊണ്ട് നിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, നീ എൻ്റെ കൂടെ ഉള്ളപ്പോഴെല്ലാം അനുഗ്രഹങ്ങളും എൻ്റെ അതിരുകളും വിസ്തൃതമാക്കുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്ന ഹൃദയമുള്ളവനാണ് ദൈവമക്കളാകുവാനുള്ള അവകാശം. അവൻ ജീവിക്കുന്നത് പോലും ദൈവത്തിന് വേണ്ടിയായിരിക്കും. അവൻ്റെ ഓരോ പ്രവൃത്തികളും ദൈവത്തിന് വേണ്ടിയായിരിക്കും, ലോകത്തിന് വേണ്ടി ആയിരിക്കില്ല, ലോകത്തിലെ സുഖത്തിന് വേണ്ടി ആയിരിക്കില്ല. ഹൃദയം എപ്പോഴും ദൈവത്തിന് വേണ്ടിയാണ് മിടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ നിമിഷം നമ്മളെ പൂർണ്ണമായിട്ട് ദൈവത്തിന് വിട്ടുകൊടുക്കാം. ദൈവമേ, നിന്നെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ അതിയായി മോഹിക്കുന്നു, അതിനുവേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായിട്ടും നമ്മളെ സമർപ്പിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൗത്യത്തിൻ്റെ ഭാഗമായി ഈ ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന മക്കളെയും ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഈശോ അവരെയും അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ സമാധാനം സന്തോഷത്തോടെ എല്ലാവർക്കും ഞാൻ നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.